ഓടപ്പൂ. ദക്ഷപ്രജാപതി നടത്തിയ മഹായാഗത്തിൽ ത്രിലോകങ്ങളിലുള്ള ദേവന്മാരെയും ഋഷീശ്വരന്മാരെയും ദക്ഷൻ ക്ഷണിച്ചെങ്കിലും സ്വന്തം മകൾ സതീദേവിയെയും മഹാദേവനെയും ക്ഷണിച്ചില്ല. ദക്ഷൻ നടത്തുന്ന മഹായാഗത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സതീദേവിക്ക് യാഗത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മഹാദേവനെ അറിയിച്ചെങ്കിലും മഹാദേവൻ അനുമതി നൽകിയില്ല. സതീദേവിയുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് മഹാദേവൻ അനുമതി നൽകുകയും ശിവഭൂതങ്ങളുടെ അകമ്പടിയോടെ യാത്രയാവുകയും യാഗശാലയിലെത്തിയ ദേവിയെ ദേവന്മാരും യക്ഷകിന്നര ഗന്ധർവന്മാരും വണങ്ങിയെങ്കിലും സ്വന്തം പുത്രിയായ സതിയെയും മഹാദേവനെയും ഭത്സിക്കുകയാണ് ദക്ഷൻ നടത്തിയത്. ഇതിൽ മനംനൊന്ത ദേവി അഗ്നിയിൽ വിലയം പ്രാപിക്കുകയും ഇതറിഞ്ഞ മഹാദേവൻ കടുത്ത കോപത്താൽ സ്വന്തം ജട പിടിച്ച് നിലത്തടിക്കുകയും അതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രസ്വാമി പ്രത്യക്ഷപ്പെടുകയും വീരഭദ്രസ്വാമിയോട് പോയി യാഗവിഘ്നം വരുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വീരഭദ്രസ്വാമിയും ശിവഭൂതങ്ങളും യജ്ഞം നടത്തിക്കൊണ്ടിരുന്ന മുനിശ്രേഷ്ഠന്മാരെയും യജ്ഞാചാര്യനായ ഭൃഗുമുനിയെയും പീഡിപ്പിക്കുകയും അവരുടെ വെളുത്ത താടിരോമങ്ങൾ മുറിച്ച് കാട്ടിലേക്കെറിയുകയും ദക്ഷപ്രജാപതിയുടെ ശിരസ്സറുത്ത് ഹോമകുണ്ഡത്തിലിടുകയും ചെയ്തു. ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും തപശക്തിയുള്ളവരായതിനാൽ താടിരോമങ്ങൾ വീണെടുത്ത് വെളുത്ത പൂക്കൾ പ്രത്യക്ഷപ്പെട്ടു. അത് ഓടപ്പൂ എന്നറിയപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഐതിഹ്യം എന്തുതന്നെയായാലും കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന എല്ലാവരും അവരുടെ ഗൃഹത്തിൽ ഐശ്വര്യസൂചകമായി ഓടപ്പൂ തൂക്കാറുണ്ട്. ഈറ്റയുടെ ചെറിയ രൂപമായ ഓടയുടെ ഇളം തണ്ട് ചതച്ചെടുത്ത് നാരുപോലെയാക്കിയാണ് ഓടപ്പൂ നിർമ്മിക്കുന്നത്. എല്ലാ ഹൈന്ദവ ഗൃഹങ്ങളിലും വാഹനത്തിലും ഐശ്വര്യത്തിനായി ഓടപ്പൂ തൂക്കാറുണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് 40 രൂപ വെച്ച് കൊടുക്കണം നമുക്ക്. 40 രൂപ വെച്ചിട്ട്. ഇതിൽ എല്ലാം ഒരേ വലിപ്പമാണോ അല്ല ഇതിന് വലിപ്പം പല വലിപ്പമുണ്ട്. വലിപ്പം മാറുന്ന റേറ്റ് വ്യത്യാസം വരും. ഇതാണ് ഓടപ്പൂവ്. കൊട്ടിയൂര് അമ്പലമായിട്ട് ഓടപ്പൂവിന്റെ ഐതിഹ്യം എന്താ? ഇവിടെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് പറയപ്പെടുന്നത്. അറിയാലോ. ഇടയൊക്കെ മഹാദേവൻ മുറിച്ചു കളഞ്ഞെന്നും ഇവിടെ നമ്മളിപ്പോ യാഗത്തിൽ പങ്കെടുക്കാൻ വരുന്നതായിട്ടൊക്കെയാണ് ഐതിഹ്യം. അപ്പൊ പോകുമ്പോ ഓരോ താടി കൊണ്ടുവന്ന് അതും എന്താ പറയാ ഓട കൊണ്ട് ഇങ്ങനെ അത് അടിച്ച് ചതച്ച് ഈ രൂപത്തിലേക്ക് ഒരു പൂ പോലെ ആക്കി എടുക്കുകയാണല്ലേ. നല്ല കഷ്ടപ്പാടുണ്ട്. ഇതിപ്പോ ഒന്നിന് 40 രൂപ കിട്ടിയാ പോരല്ലോ അല്ലേ? ഇല്ല, ഇത് നമ്മളിപ്പോ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ആ ഭാഗത്തല്ല, താമരശ്ശേരി ആ ഭാഗത്തു നിന്നൊക്കെ നമ്മള് ഓരോ സ്ഥലത്ത് ഓട വെട്ടിയിട്ട് നമ്മൾ ഇവിടം വരെ എത്തിക്കുക. അതിനുള്ള ചെലവ്, വണ്ടിക്കൂലി മറ്റു ചെലവ്. എന്താ പേര്? ആ പൂന്ന് കാണിച്ച്. മോള് ചെയ്താണോ ഇത്? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 4-ല്. ടീച്ചർമാരൊക്കെ തല്ലുവോ? തല്ലാൻ തുടങ്ങണേ ഉള്ളൂ അല്ലേ? ഇല്ല, പിടിക്കുകയാണ്. ഞാനൊരു ടീച്ചറാ, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, കുഞ്ഞുമാവ് വന്നേ. അവള് വേറെ ടൈപ്പ്, അവള് അടുക്കൂല. വാടാ, മിടിക്കുക കേട്ടോ. ഓക്കെ മിടിക്കുക. എന്താ പേര്? അലങ്കൃത. ആ, വെറൈറ്റി പേരാട്ടോ. ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റുന്നതാണ്. അലങ്കൃത എന്നുള്ള പേര് ആദ്യമായിട്ടാണ് കേൾക്കണേ. പഠിക്കണ്ടോ? ഏത് ക്ലാസ്സിലാ? UKG. ഒരു പാട്ട് പാടി തരുമോ? ആ ബട്ടർഫ്ലൈ അല്ല ജോണി എസ് പപ്പ ഒരു പാട്ട് പാടി കൊടുക്കല്ലോ. പൊന്നം പാടുമല്ലോ. വായോ, പൊന്നൊരു പാട്ട് പാടി കൊടുത്തേ. ഞാനിതിനെ വിളിച്ചെന്നറിയോ? പണ്ട് ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ വിചാരിക്കും എന്നെ വിളിക്കുമെന്ന്. അപ്പം എന്നെ വിളിക്കാതിരിക്കും ഭയങ്കര വിഷമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എവിടെ പോയാലും കുഞ്ഞുമക്കളാണ് ഒരു പാർഷ്വാലിറ്റി കാണിക്കില്ല. എന്താ പേര്? ശരി എന്നാ. ഓ, ഞങ്ങൾ എല്ലാ വർഷവും വരാറുള്ളതാണ്. മാമിൻ്റെ പേര്? ജിജി. ഇവിടെ കൊട്ടിയൂരുകാരി തന്നെയാണോ? കേളകം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ചടങ്ങുകളൊക്കെ നടക്കട്ടെ. ഞങ്ങൾ പോകാൻ നേരത്തെ എന്തായാലും ഒരെണ്ണം വാങ്ങിയിട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ വാങ്ങി ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അതെ. ഓക്കെ. പേര്? അജിത്ത്. നിങ്ങളെല്ലാവരും കൂടിയാണോ ഇത് ചെയ്യുന്നത്? എല്ലാവരും കൂടി ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഒരു സന്തോഷം ഈ സമയത്ത് ചെയ്യുന്നൊരു രസം, ഉത്സാഹം കൂടുതലും. എല്ലാവരും ഇങ്ങനെ ഓടപ്പൂവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ചൊന്ന് പറയോ? അതൊന്ന് കാണിച്ചു തരുമോ? ഒന്ന്
ഓട എടുത്ത് ഇതുപോലെ ഇടിച്ച് ചതച്ച് കൊണ്ടുവരും അല്ലേ? ഓട എടുത്തിട്ട് ഇതിന്റെ കരിന്തൊലിയില്ലേ ഇത് ചെത്തിക്കളയും. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇടിക്കും, പുഴങ്കല്ല് വെച്ചിട്ട് ഇടിച്ച് ചതച്ച് ഇവിടം വരെ എത്തും. തുടങ്കല്ല് എന്ന് പറയുമ്പോൾ പുഴയിലെ കല്ലില്ല, പുഴങ്കല്ല് ഇടിച്ച് ചതയ്ക്കും. എന്നിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് കൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഈ മുള്ള് ചെയ്യും, ഈ മുള്ളു കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ നല്ല പണി വരുന്നില്ല ഒന്നിന്. നേക്കായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എത്ര രൂപ മേടിക്കുന്നുണ്ട് ഒന്നിന്? ഒരു പൂവും ചെയ്യുന്നതിനാ 7 രൂപയ്ക്കുണ്ട്. അതല്ല ഇത് പറഞ്ഞ് വിൽക്കുന്നതിന് 50 തൊട്ട് മേലേക്ക് 100 രൂപയുടെ പൂ വരെ ഉണ്ട്. ആണല്ലേ? ഇതൊക്കെ എത്രയാ? അതിന് 50-60 രൂപ ഉണ്ടാവും. 50 രൂപ 60 രൂപ ഉണ്ടാവും അല്ലേ? തിരിക്കും. ഈ ഓടൊക്കെ എവിടെ നിന്നാ കൊണ്ടുവരുന്നത്? അത് വൈത്തിരി. വൈത്തിരി.